ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. രാത്രിയിൽ 11:45 കാണുമായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ റൂമിലിരുന്നപ്പോഴത്തേന് തനിച്ചിരിക്കുകയായിരുന്നു. ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേന് ഫുഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ കഴിച്ചു എന്ന് പറഞ്ഞു. ഇവന്മാർ ഉറങ്ങിയില്ല. സാധാരണ ശിവയാണെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങുന്നതാണ്, കാശി ഒരു 10 മണി. അതിനു മുമ്പേ രണ്ടാളും നല്ല ഉറക്കമാവുന്നതാണ്. പക്ഷെ രണ്ടാളും ഉറങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ഗോകുയോട് വിളിച്ചു, ഗോകു ഞാൻ താഴെ കുറച്ചേരം ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ശരി നീ താഴെ ഇരുന്നോ, ഞാൻ വന്നിട്ട് പോവാം, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാളെയും കൊണ്ട് ഇറങ്ങിയതാണ്. എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുന്നത്, ഒന്നീ ഷോപ്പിൽ പോവും അല്ലെങ്കിൽ റൂമിലിരിക്കും. അങ്ങനെ അതേ കളിക്കാൻ കൊണ്ടിരുത്തിയേക്കുക രണ്ടിനെ. നല്ല ചൂടുണ്ട്. ഈ ചൂടത്തോടെ വന്നിരിക്കാൻ ഭ്രാന്താണോ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് ഇതൊക്കെയല്ല ഉള്ളൂ സംഭവം. എൻ്റെ കുപ്പി മിക്കവാറും പൊട്ടിക്കും. ഇതൊക്കെ അല്ല ഉള്ളു സന്തോഷം അല്ലേ? മൂക്കിലെന്താ മുട്ടായി. ഏച്ചൊന്ന് വേണ്ടായേ. കാശിയാണ് ഇവിടെ ഭയങ്കര കളി നടത്തിക്കൊണ്ടിരിക്കുക. എവിടെ? ആ വിമാനം കാണാമോ? ഡോ പോയി. ഈ ഇന്തപ്പഴം കളിച്ചിരിക്കുന്നുണ്ടാ? കാണാമോ? കാണാ. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 1 അരമണിക്കൂർ ആവാറായെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഫോണിലാണെങ്കിൽ നെറ്റും കിട്ടുന്നില്ല. ചില സമയത്ത് താഴെ വന്നിരിക്കുമ്പോൾ വൈഫൈ കിട്ടുന്നതാണ്, ഇവിടെ ആകുമ്പോൾ വൈഫൈ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. മനുഷ്യന്മാരെ നല്ല കളി നടത്തിക്കൊണ്ടിരിക്കുക. ചൂടൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല കേട്ടോ. ഇറങ്ങാനുള്ള വകുപ്പ് നോക്കുക. ഞങ്ങൾ ചെയറിലിരിക്കും. ഇവിടെ ഒരു ചെയർ കിടപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തിരിക്കും. പിള്ളേരൊക്കെ ജോലി കഴിഞ്ഞിട്ട് പോകണം. ഡേ ടു ഡേയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. ഞാനൊരു ഉപ്പി വെള്ളം എടുത്തിട്ടാണ് പോരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദഹിച്ച് കഴിഞ്ഞാൽ ഇവിടെ കടയുണ്ട് കേട്ടോ. ആ ലൈറ്റ് കാണുന്നില്ലേ, അവിടെ ഇതുണ്ട്, ഗ്രോസറി ഉണ്ട്. ഞാൻ ക്യാഷ് എടുക്കാണ്ടിട്ടാണ് വന്നത്. രാത്രി പോയി കഴിഞ്ഞാൽ ഇവൻ അതും ഇതൊക്കെ വേണമെന്ന് പറയും. എൻ്റെ കയ്യിലാണെങ്കിൽ 50 ദിർഹം കൊണ്ട് ഇരിക്കുള്ളൂ. ചേഞ്ച് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാതെ എടുത്ത് വെച്ചേക്കാം. ബാക്കിയൊക്കെ കിട്ടുന്ന കാശ് വിയർക്കുന്നുണ്ട്. അടാ കുപ്പി പോവടാ. ഇത് എവിടെ നിന്നാണ്? ഞങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്ത ടൈമിൽ ഇവിടെ പെട്രോൾ പമ്പിൽ നിന്ന് മേടിച്ചായിരുന്നു. അതെ അതിൻ്റെ വാട്ടർ ബോട്ടിലല്ല, അതിനകത്ത് നമ്മുടെ മിനറൽ വാട്ടർ ഉണ്ടല്ലോ, അതായിരുന്നു. ഒന്ന് ഓക്സോ അങ്ങനെ എന്തോ പറയുന്നത്, എന്തോ ഒരു വാട്ടറാണ്. ശിവയ്ക്ക് ഞാൻ ചെരുപ്പിട്ട് കൊടുത്തില്ല. മുകളിൽ ഇരുത്താന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഞാൻ ഇറക്കുന്നില്ല എന്ന് ചോദിച്ചു ശിവനെ. ഇനിയിപ്പോൾ കളിക്കട്ടെ. റൂമിൽ ചെന്നിട്ട് പോണു. എവിടെ പോയത്? പോയി. അയ്യോ ശിവ, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും കുളിപ്പിക്കണം. ഞാൻ വെച്ചാൽ ഇത്രയും ചൂട് ഞാൻ പ്രതീക്ഷിച്ചില്ല. വാ. നല്ല വൃത്തിക്ക് നടക്കുന്ന ചെക്കൻ അത് ഇഴഞ്ഞിറങ്ങുന്നു. താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് തട്ടി താഴെട്ടപ്പോൾ ഒരു സംഭവം. ശിവ, ഒരു മുകളിലോട്ടാണ് കയറി പോകേണ്ടതെന്നൊക്കെ അറിയാം. തന്നെ കയറി പോവുക. എന്തോ കിട്ടി. കിട്ടി വെച്ച് വായി വെക്കാനാ. ഉണ്ടാക്കണേ. ഇത്രയും സ്റ്റെപ്പ് തന്നെ ആശങ്കയിൽ പോരുന്നുണ്ടോ? കാച്ചു വാ, നമുക്ക് വെളിയിൽ നിൽക്കാം. പപ്പ വരും, പപ്പ നോക്കാം. ഗോകു വരാൻ സമയമാകുന്നു. 12 മണിയായി. അപ്പം എന്തായാലും കുറിച്ചിപ്പോൾ വരും. 12 മണിയല്ലേ 12:30 ആ ഒരു സമയത്തിനുള്ളിൽ കുറിച്ച് വരും. അമ്മമാർക്കപ്പോഴത്തേന് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ക്ഷീണമാവും. അപ്പോൾ പിന്നെ കുളിപ്പിച്ചുകൊണ്ട് കിടത്തിയാൽ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ക്ഷീണമായിട്ടോ. വെള്ളം കുടിക്കുക. ദേഹം മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഈ കുപ്പിയാണ്ട് താഴെയിട്ട് ഉരുട്ടിയത്. ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് തരത്തില്ല. അവന് സ്വന്തമായിട്ട് കുടിക്കണം. അതിന് വേണ്ടിയിട്ടാ. പോടാ
ഇവിടെയൊക്കെ എല്ലാവരും പുറത്ത് പോകുന്ന ടൈമാട്ടോ. 12:30 12:15 ഇന്നെന്തുവാ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഈ സമയത്തൊക്കെ എല്ലാവരും പോണത്. ഞാൻ അടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വെള്ളവും കുപ്പി എടുത്ത് കയ്യിൽ കൊടുത്തു. ദേഹം മൊത്തം ഒഴിച്ചേക്കാണ്. ദേഹത്തെല്ലാം ഒഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, വെച്ച് തണുത്തിരിക്കട്ടെ. റൂമിൽ ചെന്നിട്ട് കുളിക്കാനുള്ള കുഴപ്പമില്ല. കാച്ചു എന്തോ കളഞ്ഞു. ആ വെള്ളം ഇത്രയും കളഞ്ഞു. അവനൊരു സന്തോഷം. പിള്ളേർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചിന് ചോറ് കൊടുക്കുന്ന ഒരു കുട്ടി പൈപ്പിൽ വെള്ളം തുറന്നു വിട്ടിട്ട്. ഞാൻ കാശിക്ക് എങ്ങനെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പൈപ്പ് വെള്ളം തുറന്നു വിടും, എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഓ നീത്താ ഇടയ്ക്ക് മമ്മീന്ന് വിളിക്കും, ഇടയ്ക്ക് അമ്മ വിളിക്കും, ഇടയ്ക്ക് അമ്മച്ചി വിളിക്കും, മമ്മിച്ചി വിളിക്കും, പിന്നെ ഇപ്പൊ ദേവു വിളിക്കും. അവനെന്നെ അറിയത്തില്ല എന്താ വിളിക്കേണ്ടത്. പോയി കേട്ടോ, രണ്ടും പോയി. ഗോപു വന്നാൽ ഞാൻ കയറിപ്പോയായിരുന്നു. എന്തായാലും വന്നല്ലേ. അത് റൂമാ. ഇങ്ങാ എനിക്ക് തല്ലി മേടിച്ച് തരും. ഉമ്മാർ രണ്ടും കൂടെ. ചേട്ടന്മാര് മാത്രമുള്ള റൂമുണ്ടോ? കാശി ശിവ വാ. ഇതിന്റെ താഴത്തേക്ക് കേട്ടോ, അവിടുന്ന് താഴത്തോട്ട് ഇറങ്ങുന്ന ആ റൂം. ഓ ഇവൻ മിക്കവാറും മേടിച്ചു തരും എനിക്കടി. കാശിയേ വാ. ഓക്കെ ഒക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ചേട്ടന്മാരാരെങ്കിലും കൈ കാണിച്ചു കാണും കേട്ടോ. അതാ ഒരാൾ തട്ടി തട്ടി വരുന്നുണ്ട്. ഡയപ്പറൊക്കെ ഇട്ടോടെ ഞാൻ വന്നത്. പിന്നെ ഡയപ്പർ നിറഞ്ഞിരിക്കുന്നുണ്ടപ്പോൾ ഞാനൊന്ന് ഊരി വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടു. അല്ല വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ആ കുപ്പി എവിടെ കിടക്കുന്നു. ആ കുപ്പീന് കളയാനേ പറ്റും, എടുക്കാൻ പറ്റില്ല. എവിടെ പോയി? ഇവിടെ പോയായിരുന്നല്ലോ, കൊണ്ട് പോയിരിക്കുന്നു. അല്ല ഞാൻ കളിക്കാൻ കൊണ്ടുവന്നു പറഞ്ഞൊരു മര്യാദ കാണിക്കണം കേട്ടോ. ദേവ് മൊത്തം നനഞ്ഞിരിക്കുക. നമ്മൾ ഇരുന്ന് കുറിച്ച് ഗോഗു വന്നില്ല, ഗോഗുവിൻ്റെ പൊടിയും വന്നില്ല. മറ്റില്ല അതിനകത്ത് പറയുന്നത് ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അയ്യോ ഞാൻ കുഴഞ്ഞ് തമ്മിൽ കൊണ്ടത് വാഷ്റൂമിൽ നിർത്തി. ഇച്ചിരി നേരം വെള്ളത്തിൽ കളിക്കും. ഒരു കണ്ണില്ലാതെ രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് നിർത്താൻ കൊള്ളത്തില്ല. ചിലപ്പോൾ ഒരുത്തം പിടിച്ച് മറ്റേ തെല്ലിക്കളയാം. വാഷ്റൂമിൻ്റെ അകത്തോണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ചെല്ലട്ടെ. അയ്യോ ഇനി രണ്ടിനെയും കിടത്ത് ഉറക്കിയാൽ എനിക്ക് കുളിക്കാൻ പറ്റും. മൊത്തം വിയർത്ത് എന്തിൻ്റെ കേടായിരുന്നു. മര്യാദയ്ക്ക് അടങ്ങി ഇവിടെ. ഞാൻ ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു പോകേണ്ട, പുറത്ത് നല്ല ചൂടാണ്. കേൾക്കാണ്ട് ഇറങ്ങിപ്പോയതാണ്. സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ എ സിക്കകത്തായിരിക്കും. പിന്നെ ഷോപ്പിലോട്ട് നടക്കുന്ന ആ ഒരു ദൂരം മാത്രമേ ഉള്ളൂ എ സി ഇല്ലാണ്ടിരിക്കുന്നത്. ഷോപ്പ് ചെയ്യുന്നതിൽ എ സിക്കകത്തായിരിക്കും. അതുകൊണ്ട് ചൂടറിയുന്നില്ലല്ലോ. പോയാൽ അങ്ങോട്ട് ഇരുന്നില്ല പൊന്നോ. 1 മണിക്കൂർ ഇരുന്നില്ല. ഞങ്ങൾ 11:30 ആയപ്പോൾ പോയി. 12:20 മണിക്കൂർ അടുപ്പിച്ചിരുന്നു. അമ്മമാരെ കുളിപ്പിച്ചിട്ടാണ് ഉടുപ്പൊക്കെ എടുത്തോണ്ട് വെച്ച്. എനിക്കിടാനുള്ളത് എടുത്തോണ്ട് വെച്ച്. അമ്മമാരെ ഉറക്കിയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ, എനിക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ. തുണി കുറേ കഴുകാനുണ്ട്. നല്ല ക്ഷീണമുണ്ട്. പറഞ്ഞിട്ടായില്ലല്ലോ. ഞാൻ 2 ദിവസം കൊണ്ട് ഗോഗു വാഷിംഗ് മെഷീൻ വാങ്ങും. ഇപ്പം വാങ്ങുന്നു, ഇപ്പം വാങ്ങുന്നു, ഇപ്പം വരുമെന്ന് പറയാനുള്ള ഇത് വന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ 3 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അന്ന് ഓട്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചേക്കും. ഇന്ന് വരുമെന്ന് ലാസ്റ്റ് വന്നതാണ്. ഇനിയും നോക്കിയിരുന്നു കഴിഞ്ഞാൽ തുണി ഇവിടെ കിടന്ന് കൂടും, എനിക്ക് ഇരട്ടിപ്പണിയാവും. അതുകൊണ്ട് എഴുതി വെച്ചിട്ടാണ് കഴുകിടാന്ന് ഞാൻ കുതിർത്ത് വെച്ച് ചെല്ലട്ടെ. അപ്പോൾ ഈ കുട്ടീസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അവരങ്ങടുത്ത് ഉറക്കാൻ പോണ്. ഗോകു ഇതുവരെ വന്നില്ല കേട്ടോ. പാലുച്ച ഒന്നാടി പോന്നെ. ചെല്ലേ
കാശി ഞാൻ ഉറങ്ങാം. രണ്ടാളെയും എടുത്ത് ഉറക്കട്ടെ. ഗോപു വന്നിട്ട് കാണാം. അവൻ വന്നില്ല ഇതുവരെ. ഇനി ഞാൻ തുണി കഴുകി കഴിഞ്ഞിട്ടേ വരത്തോളെ. ശരി, അപ്പൊ കാണും. ഗുഗു വന്നു വിത്ത് കേക്ക്. ഉറങ്ങാൻ കിടന്നവന്മാരാ. ഞാൻ തരാം. നോ, ഡോണ്ട് ഡു. എന്നെ വഷളാക്കുന്നത് ഇവന. കളിച്ചിട്ട് ചോറോ എന്തോ ചോര. ഞങ്ങള് കിടക്കാൻ പോവായിരുന്നേ. അപ്പൊ ഗോഗു പറഞ്ഞു ഗ്രോസറിയിലൊന്ന് പോയിട്ട് വരാം. ഗോഗു ഒറ്റയ്ക്ക് പോകാനിരുന്നതാണ്. ഞാൻ പറഞ്ഞ അവിടുത്തെ ചേട്ടന്മാരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കിടത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടായിട്ടാണ് ഞങ്ങളെ കൂടെ ചേട്ടൻ കൊണ്ട് പോകുന്ന വെച്ചത്. ചുമ്മാ ഇരിക്കല്ലേ. ഇപ്പൊ സമയം എന്താടാ? പോയിട്ട് വരാം. ഒരു ദിവസം ചൂടാ, അതാണ് വിഷയം. വന്നിട്ട് ഒന്നും കുളിക്കേണ്ടി വരും കേട്ടോ. പിള്ളേരൊക്കെ റെഡിയായി. വീട്ടിലിടുന്ന ഉൾപ്പല്ലേ മാറ്റണോ? വേറെ എടുത്തിട്ട് ഡ്രസ് മാറ്റിക്കോ. Kasih mama nih, mama, ayah. AC ഓഫ് ആക്കണ്ടടാ. വന്ന് കയറുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ തണുത്ത് വരാൻ സാധനം എടുക്കും. ആദ്യം രാത്രി എന്ത് മേക്കപ്പ്? നല്ല ലിപ്സ്റ്റിക് ഇരിക്കട്ടെ. പോയിട്ട് നമ്മള് ഗ്രോസറി ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ വീഡിയോയില്. ഇന്ന് കാണിച്ചു കേട്ടോ. ദേവി വീണടാ. മറ്റേ ഷാരി ചേച്ചിയുടെ വീട്ടിൽ പോയി തുണി കഴിക്കാൻ അങ്ങോട്ട് പോയി. ആ മുകളിലെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കറങ്ങി കിടക്കുന്ന അതിന്റെ മുകളിൽ താഴെ. ഞാൻ അമ്മയ്ക്കോട് ചോദിച്ചു, അവള് ആശുപത്രി പോയിട്ട് വരുന്നില്ല. അവള് പൈസ ചെലവാക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അമ്മ വിളിച്ച് പറഞ്ഞു, മനു വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. ആശുപത്രി കൊണ്ടുപോകാൻ പറയാം. ഇവിടെ പോത്തില്ല. മനു അവിടെ കൊണ്ടുപോ. ഇവള് ചെന്നാലേ ഒന്നും പറ്റൂ. ഞാൻ പറഞ്ഞു പൈസ നടു പിടിച്ചാണ് വീണത്. അല്ലെങ്കിലേ പറഞ്ഞു എനിക്ക് ഈ വർഷമൊക്കെ പ്രത്യേകിച്ച് ഒന്നും, കഴിഞ്ഞ വർഷമായിരുന്നു. ഈ വർഷം ഒന്നും ഇല്ലായിരുന്നു. സാധാരണ എല്ലാ വർഷം എന്തെങ്കിലും ഒപ്പിച്ച് വെക്കാറുള്ളത്. ജിമ്മും അല്ല മതി കണ്ടത്. വാ പോവാ. സിംഹം ഞാനും കാശിയാ. അയ്യോ ഇവനെ തിരിച്ചിട്ടില്ല. ഉറങ്ങുന്നു. ഇല്ലടാ, ഉറങ്ങിക്കോളൂന്ന്. ഈ സാധനം ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഷോക്സിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂടാണ്. അതുകൊണ്ടിട്ടേ കുട്ടി ഉറങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. ഫോൺ ഓഫ് ആക്കി എടുക്ക്. ഉറക്കം പറഞ്ഞു. നീ കടയിലെടുക്കും, ഞാൻ ഇടുന്നോളാം. നീ ആദ്യം ചേട്ടന് പറ വീഡിയോ എടുക്കാന്ന്. അവനോട് എന്തിനാ പറയുന്നത്? നേരപ്പ ചട്ടിയോട് അഭി 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 എന്താ ഇതെന്താ വീഡിയോ വെയിറ്റ് ബാബാ എഡിറ്റിംഗ് സംശാസ്ത്രം 3-4 ഇതാണ് ജാൻ. അത് പേരാണ് ജാൻ, പട്ടാൻ ജാൻ. അടാ ഈ ലെബൻ ഉപ്പുണ്ടാവൂടാ? ഉപ്പുണ്ടാവും. ലെബൻ ഉപ്പുണ്ടാവോ? ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക്
क्या मुश्किल तुम एक हजार एक्स्ट्रा डाल के दे दो मेरे को चाहिए ओके ആക്ച്വലി ഇന്ന് വീഡിയോ എടുക്കാൻ വന്നല്ല കേട്ടോ, ഒന്നും ഒതുങ്ങിയിട്ടില്ല എന്നല്ല. ഇതിന് എത്ര മണി വരെ ഉണ്ട് ചേട്ടാ? 4 മണി വരെ അല്ലേ? 4 മണി വരെ അല്ലേ? ഫുൾ ടൈമാ. ഷോപ്പ് വരുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ അജ്മാൻ രാഷ്ട്രീയത്തിലെ പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് ഉണ്ടല്ലോ, അൽനാജിയും നമ്മുടെ ഹോട്ടലിൻ്റെയൊക്കെ ആ സൈഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. റാണാന്നല്ലേ ഷോപ്പിൻ്റെ പേര്? നിങ്ങളുടെ പേര് ഞാൻ ചെയ്തിട്ടില്ലല്ലേ? എല്ലാം ഓഫർ ഇട്ടിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. എല്ലാത്തിനും ഓഫറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇത്രയും ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുക. പക്ഷെ മാർക്കറ്റ് സെയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേന് ഭയങ്കര റേറ്റുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. ഇതേണ്ടേ നമ്മുടെ അയ്യോ ഇതൊരു കിലോ മേടിക്കണം കേട്ടോ. എന്താ സവാള 1.99. അജ്മാൻ നമ്മുടെ വീഡിയോ കാണുന്ന അജ്മാനിലുള്ള യൂട്യൂബിൽ കാണുന്നത് കുറവായിരിക്കും. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. കാശി ചേട്ടൻ പറക്കിയെടുക്കുക. അവിടെ വെക്കേ. പിന്നെ ടൊമാറ്റോ 3 ഗ്രാംസ് എല്ലാത്തിനും ഓഫർ ഉണ്ട്. വന്നിട്ട് എൻ്റെ പേര് ആ ചേട്ടന് ഓഫർ ഇല്ല കേട്ടോ. ചേട്ടൻ്റെ വയസ്സ് ഓടിച്ചിട്ട് തന്നെ ഓഫർ ഇല്ല ചേട്ടാ. ഇവളെന്നെ കൊലക്ക് കൊടുക്കുന്നു. എന്തെന്ന്? ഇല്ല പോവില്ല. എന്റെ ഫോൺ ഇവിടെ. ഇന്ന ഫോൺ ഞാൻ കണ്ടില്ലോ. എന്റെ ഫോൺ ഉണ്ടോ അവിടെ? കാശി അവിടെ കൊണ്ടുപോയി വെക്ക്. അയ്യോ പാല് വേണോടാ. നിങ്ങൾ പാലെടുത്ത് നോക്കാത്ത എന്താ? ഇഷ്ടംപോലെ തൈര് എടുത്ത് നോക്കൂ. പാലാ എപ്പോ വന്നാലും പാല് വേണമില്ല. അപ്പൊ അവർക്ക് മേടിച്ചത് കാണാനൊന്നും ഇല്ല. ഞാൻ ഈ നിർത്തുക. ഇനി വീഡിയോ എടുക്കാൻ ഉറക്കം വരുന്നു. ഇതൊക്കെ ഉറങ്ങാം. എന്ത് ചെയ്യും വന്നിട്ട് 3 മണി സമയത്തിരുന്ന് കളിക്കുന്ന കളി ഉണ്ടില്ല. കൃത്യം ഇവിടെ വന്നിരിക്കുന്നേ ആണോ? നമുക്ക് ചാച്ചാ. ഓ മുട്ടായി എവിടെ തട്ടിപ്പോയി, അത് എടുക്കാതിരിക്കണെന്ന്. മുട്ടായി എവിടെയൊക്കെ തട്ടിക്കളഞ്ഞതാണ്. നല്ല ഉറക്കം വരുന്നു. തുണിയൊന്നും കാണാനില്ല. കൊണ്ട് എന്തായാലും പറ്റും. ശിവരേ നല്ല ഉറക്കമായി. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് അത് ഗൂഗിൾ തട്ടി മുറക്കി പാലൊക്കെ കാച്ചി സെറ്റാക്കി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നൈറ്റ് വ്ലോഗ്. ഇന്നത്തത് മാത്രം. അപ്പം സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അപ്പം നമുക്ക് ഈ കൊള്ളാത്ത സാധനം, ഈ കാശി പോയി കടയിൽ നിർത്തിട്ട് വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഗോകുനി ഗ്രോസറിലോട്ട് പോകണ്ടോ? അതെ ഇന്നലെ കുറച്ച് വന്നപ്പോൾ 6 മണി അടുപ്പിച്ചായി. ചാച്ചാ സാധാരണ എൻ്റെ കുട്ടി 1 മണിക്ക് മുന്നേ എന്തായാലും ഉറങ്ങുന്നത്. ഇന്ന് ഇത്തിരി താമസിച്ചു. അപ്പം ശരി കാണാട്ടോ. എന്തോ താങ്ക് യു.